ബീഹാറിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. എൻ്റെ സുഹൃത്തുക്കളായ ബിജു തോമസ്, ഇൻസാഫ് എന്നിവരോടൊപ്പമാണ് യാത്ര. ബീഹാറിൻ്റെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള രാജ്ഗീർ എന്ന സ്ഥലത്തുകൂടിയാണ് പോകുന്നത്. ഇവിടെ ചില സിഖ് ഗുരുദ്വാരകളൊക്കെ കാണുന്നുണ്ട്. ടൂറിസം സ്ഥലങ്ങളിലേക്കാണ് എത്തുന്നത് എന്നതിൻ്റെ തെളിവ് പോലെ ആകെ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന കുതിരവണ്ടികൾ. അതിനടുത്ത് കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ കയറി ചെല്ലുന്നത് വേണുവൻ മൊണാസ്ട്രി എന്ന ബുദ്ധവിഹാരത്തിലേക്കാണ്. ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായ ബുദ്ധ മൊണാസ്ട്രികളിൽ ഒന്നാണിത്. BC 6-ാം നൂറ്റാണ്ടിൽ മഗധയുടെ രാജാവായിരുന്ന ബിംബിസാരൻ ശാക്യമുനി ബുദ്ധന് സമർപ്പിച്ച മൊണാസ്ട്രിയാണ്. വേണുവൻ എന്നാൽ മുളങ്കാട് എന്നർത്ഥം. പണ്ട് ഇവിടെ ഒരു മുളങ്കാട് ഉണ്ടായിരുന്നെന്നും അവിടെയാണ് മൊണാസ്ട്രി ഉണ്ടായിരുന്നതെന്നുമാണ് ചരിത്രം. ഇപ്പോൾ ഇത് സംരക്ഷിക്കുന്നത് ജപ്പാന്റെ ഫണ്ട് കൊണ്ടൊക്കെയാണ്. ജാപ്പനീസ് ലിപിയിൽ ലിഖിതങ്ങളുള്ള ഒരു സ്തൂപം. ജപ്പാനാണ് ഈ പ്രദേശത്തെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പല നിർമ്മിതികൾക്കും സ്ഥാപനങ്ങൾക്കും ഫണ്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നതുകൊണ്ടുകൂടിയാവാം. മഗധയുടെ രാജാവ് ബിംബിസാരൻ ഈ പ്രദേശം ശ്രീബുദ്ധന് സമർപ്പിക്കുകയായിരുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ മുളയും പുല്ലും കൊണ്ട് നിർമ്മിച്ച ഒരാശ്രമത്തിൽ ശ്രീബുദ്ധൻ ഏറെ നാൾ കഴിഞ്ഞിരുന്നത്രേ. ഒരിക്കൽ ബിംബിസാരൻ അടുത്തുള്ള സരസ്വതി നദിയിൽ സ്നാനത്തിനായി പോയി. ജലക്രീഡയിൽ മുഴുകിയ അദ്ദേഹം തിരികെ എത്താൻ അല്പം താമസിച്ചു. എന്നാൽ അതിനു മുൻപേ രാജനഗരത്തിന്റെ കോട്ടവാതിൽ അടച്ചു കഴിഞ്ഞിരുന്നു. അടച്ച വാതിൽ പിന്നീട് പ്രഭാതമാകാതെ രാജാവിന് മുന്നിൽ പോലും തുറക്കില്ല. അങ്ങനെ നഗരത്തിന് പുറത്തായ ബിംബിസാരൻ ഒരു രാത്രി ഇവിടെയുണ്ടായിരുന്ന ആശ്രമത്തിൽ ശ്രീബുദ്ധനൊപ്പം കഴിഞ്ഞത്രേ. ഇവിടെ ഒരു തമ്പേറുണ്ട്. ഇത് കൊട്ടുന്നത് ബുദ്ധിസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ജപ്പാനിൽ നിന്നും ബുദ്ധമത വിശ്വാസികൾ തീർത്ഥാടനത്തിനെത്തുന്ന ഒരിടമാണ് ഈ മൊണാസ്ട്രി. വഴിയരികിൽ കുറേ പലഹാരങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കളർഫുള്ളാണ് ഉത്തരേന്ത്യയിലെ പലഹാരങ്ങൾ. അവല്, മലര് ഒക്കെ പോലെയുള്ള സാധനങ്ങളാണ്. പിന്നെ ഗ്രീൻ പീസ് വറുത്തതും മുളപ്പിച്ച ചെറുപയറുമെല്ലാമുണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്തും തരും. മധുരമുള്ളതും ഇല്ലാത്തതുമുണ്ട്. കച്ചവടക്കാരനെ വീഡിയോയിൽ എടുക്കുന്നത് കണ്ടപ്പോൾ ബാക്കി കച്ചവടക്കാർ കളിയാക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ വേറെ രസകരമായൊരു കാഴ്ചയുണ്ട്. കുതിരയ്ക്ക് തീറ്റ കൊടുത്തിരിക്കുകയാണ്. തീറ്റ നഷ്ടപ്പെടാൻ പാടില്ല. എന്നാൽ കുതിരയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാനും പറ്റണം. കുതിരയുടെ കഴുത്തിൽ തീറ്റ സഞ്ചി തൂക്കിയിട്ടിരിക്കുന്നു. ബീഹാറികളുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ. ഗ്രാമീണ ബുദ്ധിയിൽ നിർമ്മിച്ച കുതിരവണ്ടിയാണിത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. മുളയും പാഴ്പലകയുമൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു വണ്ടി. വളരെ കളർഫുള്ളായി അലങ്കരിച്ച വണ്ടിയുമുണ്ട്. ഇന്ന് ഓട്ടമൊന്നും കിട്ടിയിട്ടില്ലാത്തതിൻ്റെ ദുഃഖവുമായാണ് വണ്ടിക്കാരൻ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്തൊക്കെയോ പറഞ്ഞു. ഒരു നിരാശ പ്രകടമാണ്. കുതിരയും എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്നു. ഓട്ടം കിട്ടിയില്ലെങ്കിൽ ഇവനും പട്ടിണിയാകുമല്ലോ. അടുത്തതായി ബ്രഹ്മകുണ്ട് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് രാജ്ഗീർ. മഗധയുടെ തലസ്ഥാനം മാത്രമല്ല, മൗര്യ സാമ്രാജ്യം ഉദയം കൊണ്ട നഗരവും ഇതാണ്. ബ്രഹ്മകുണ്ഡിലേക്കുള്ള പ്രധാന കവാടത്തിന് മുന്നിലെത്തി. പക്ഷേ അവിടെ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനാൽ വേറൊരു വഴിയിലൂടെ കാർ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടു. ഇവിടെ ഒരു ചൂട് നീരുറവയുണ്ട്. അതാണ് ബ്രഹ്മകുണ്ട്. കരിമ്പാട്ടുന്ന പരിപാടി എല്ലായിടത്തുമുണ്ട്. പഴയ ഡീസൽ എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രം. ബ്രഹ്മകുണ്ഡിലേക്ക് പോകുന്ന വഴിക്ക് മുഴുവൻ ഭിക്ഷക്കാരാണ്. അവർക്ക് ഭിക്ഷയൊക്കെ കൊടുത്ത് ആളുകൾ പോകുന്നു. ഇവിടെ നിന്ന് കുറേ പടവുകൾ കയറണം. ഇന്ത്യയിൽ ചൂട് നീരുറവ ഉള്ളിടത്തെല്ലാം അത് വരദാനമാണ്, ദൈവത്തിൻ്റെ എന്തോ അത്ഭുത സൃഷ്ടിയാണ് എന്ന മട്ടിൽ അതിനെ ആരാധിക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെയുമുള്ളത്. വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ബ്രഹ്മകുണ്ട്. സപ്തധാര എന്നൊക്കെയുള്ള പേരിൽ ഇവിടെ പല ഭാഗങ്ങളുണ്ട്. അതിലൊന്നിതാണ്. ഒരു കുഴലിലൂടെ ചൂടുവെള്ളം ഇവിടെ വന്നു വീഴുന്നു. കുടുംബസമേതം ആണും പെണ്ണുമെല്ലാം അതിൽ കുടിക്കുന്നു. അതാണ് ഇവിടുത്തെ പരിപാടി. ഇത്തരത്തിൽ പല കുഴലുകളിലൂടെ ഇങ്ങനെ വെള്ളം വന്നു വീഴുന്നുണ്ട്. അതിൽ പോയി കുളിക്കുന്നു. നല്ല ചൂടാണ് വെള്ളത്തിന്.
ഭാര്യ ഒരു ഭർത്താവിനെ കുളിപ്പിക്കുന്നു. കുടുംബസമേതം എല്ലാവരും കുളിക്കുന്നു. ഇതുകൂടാതെ വേറൊരു ഭാഗത്ത് കുളിക്കാവുന്ന കുളം തന്നെയുണ്ട്. 11 ചൂട് നീരുറവകളാണ് ഇവിടെയുള്ളത്. ഹിന്ദുമത വിശ്വാസികൾ പുണ്യകേന്ദ്രമായി കാണുന്ന ഇവിടം നൂറ്റാണ്ടുകളായി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നേരെ മുന്നിൽ ആ കാണുന്നത് ഒരു ക്ഷേത്രമാണ്, ലക്ഷ്മി നാരായൺ മന്ദിർ. കുറെ ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സ് കൂടിയാണ് ഇവിടം. ചൂട് നീരുറവ ഉള്ളിടത്തെല്ലാം ഒരു ക്ഷേത്രം ഉയർന്നിട്ടുണ്ടാവും. ബദരീനാഥിൽ ചെന്നാലും കാണുന്നത് അതാണല്ലോ. തപ്തകുണ്ട് എന്നൊരു കുളമുണ്ട് അവിടെ. അതെല്ലാം ദൈവീകമായ ഒരു കേന്ദ്രമായിട്ടാണല്ലോ പുരാതന കാലം മുതൽ ഹിന്ദുക്കൾ കണ്ടിരുന്നത്. അടിയിൽ ലാവയുടെ സാന്നിധ്യമാണ് ചൂട് നീരുറവയ്ക്ക് കാരണമെന്ന് പിന്നീട് ശാസ്ത്രം തെളിയിച്ചു. പക്ഷേ വിശ്വാസങ്ങൾ അതേപടി തുടരുന്നു. വേറൊരു ഭാഗത്ത് ഒരു കുളം തന്നെയുണ്ട്, മാർബിളൊക്കെ കെട്ടിയിറക്കിയ ഒരു കുളം. അതിലും കുറെ പേർ കുളിക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിന്റെ കുളമാണ്. അതിപ്പോൾ ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം അതിൽ മുങ്ങുന്നു. കുളി ഒരു ആഘോഷമാക്കുകയാണ് ഇവിടെ. പുരാതന റോമൻ ബാത്തുകളും ഇതുപോലെ തന്നെയായിരുന്നു. ചൂട് നീരുറവ ഉള്ളിടത്ത് ഒരു പൊതു ബാത്ത് ഹൗസ് നിർമ്മിച്ചിരുന്നു റോമാക്കാർ. ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ കുറെ ചെറിയ കോവിലുകളുണ്ട്. ഇത് ഹനുമാന്റെ കോവിലാണ്. മൈക്കിലൂടെ ഹനുമാൻ സ്തുതികൾ വെച്ച് ചെല്ലുന്നവർക്ക് കുങ്കുമവും കളഭവും ഒക്കെ നൽകുന്നു. പൂജാരികളിൽ പലരും കാശുണ്ടാക്കാനിരിക്കുകയാണ്. ഭക്തരെ കുറിതൊടിയിക്കുന്നു. അതിനുള്ള ദക്ഷിണ വാങ്ങുന്നു. വേറൊരിടത്ത് ദുർഗാദേവിയാണ്. ഇവിടെ ഇരിക്കുന്ന പൂജാരിയും ഭക്തർക്ക് കുറി തൊട്ടുകൊടുക്കും. അതിന് പണം കൊടുക്കണം. ഒരു മൂർത്തി വിഗ്രഹവും കുറച്ച് കുങ്കുമവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വരുമാനമാണ് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം. പുരാതനമായ ക്ഷേത്രവും സത്രവും ഒക്കെ ചേർന്ന കെട്ടിടങ്ങൾ ഏതാണ്ട് തകർന്നു വീഴാറായ മട്ടിൽ നിൽക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണത്. ഇതായിരുന്നു ശരിക്കു പറഞ്ഞാൽ ബ്രഹ്മകുണ്ടിലെ പഴയ ക്ഷേത്ര നഗരത്തിന്റെ അവശേഷിപ്പുകൾ. അവയൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട മട്ടിൽ കിടക്കുകയാണ്. പലതിലും മരങ്ങളൊക്കെ പടർന്നു വളർന്ന് വേറൊരു രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. രാജ്ഗീറിന്റെ പരിസരമെല്ലാം ഇങ്ങനെ ഒരുതരം ചെറുമരങ്ങൾ നിറഞ്ഞ വനപ്രദേശമാണ്. നിബിഡ വനമൊന്നുമല്ല. വേനൽക്കാലത്ത് ഇലക്കുഴിഞ്ഞ മരങ്ങളൊക്കെയുള്ള ഒരു പ്രദേശം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ സൊറൻ ഭണ്ഡാർ എന്നൊരു സ്ഥലത്തേക്കാണ്. ഒരു മലയിൽ മനുഷ്യർ നിർമ്മിച്ച 2 വലിയ ഗുഹകളാണ് ഇവിടുത്തെ കാഴ്ച. വൈഭാർ ഹിൽസ് എന്നാണ് ഈ മല അറിയപ്പെടുന്നത്. ജൈന സന്യാസിയായിരുന്ന വൈരദേവൻ AD 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ചതാണ് ഇവിടെയുള്ള ഗുഹകൾ എന്നാണ് പുരാലിഖിതങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ധ്യാനത്തിനു വേണ്ടിയുള്ള ഇടങ്ങളായാണ് ഗുഹകൾ പണിതത്. അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഗധ രാജ്യത്തിന്റെ ഖജനാവ് ഈ മലയിലെ ഒരു ഗുഹയിലായിരുന്നത്രേ. അങ്ങനെയാണ് ഈ ഗുഹകൾക്കും സൊറൻ ഭണ്ഡാർ എന്ന പേര് ലഭിച്ചത്. ഞാൻ ആദ്യം കയറിച്ചെന്നത് തകർന്നുപോയ ഒരു ഗുഹയുടെ ഭാഗത്തേക്കാണ്. ഇതായിരുന്നു ഖജനാവെന്നും അതിൽ സ്വർണമുണ്ടെന്നും കരുതി ആരോ തകർത്തതാവാം. 2 നിലയുള്ള ഒരു ഗുഹയായിരുന്നു ഇത്. പക്ഷേ ഇന്ന് ഇത്രയൊക്കെയേ അവശേഷിക്കുന്നുള്ളൂ. ഗുഹ സ്വമേധയാ തകർന്നതാണോ ആരെങ്കിലും തകർത്തതാണോ എന്നൊന്നും കണ്ടെത്താനായിട്ടില്ല. ചുവരുകളിൽ കൊത്തുപണികൾ. ജൈന തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളും അവരുടെ ജീവിത സന്ദർഭങ്ങളുമൊക്കെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. 2-ാം ജൈന തീർത്ഥങ്കരനായിരുന്ന അജിതനാഥ, 3-ാം തീർത്ഥങ്കരനായിരുന്ന സംഭവനാഥ, 16-ാം തീർത്ഥങ്കരനായിരുന്ന ശാന്തിനാഥ എന്നിവരുടെയൊക്കെ ശില്പങ്ങൾ ഈ ഗുഹയുടെ ചുവരുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുഹകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആചാര്യന്മാരിലെ രത്നമായിരുന്ന വൈരദേവമുനി ഇവിടുത്തെ 2 ഗുഹകളുടെ നിർമ്മാണത്തിന് കാരണഭൂതനായി എന്ന് ഇവിടെ ഒരു ലിഖിതം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് ഗുഹകൾ AD 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ആണ് പണിതതെന്ന് ഗവേഷകർ അനുമാനിച്ചത്. വേറൊരു ഭാഗത്താണ് മറ്റൊരു ഗുഹയുള്ളത്, 2-ാമത്തെ ഗുഹ. അതിനകത്തും ധാരാളം ആളുകളുണ്ട്. ഏതാണ്ട് പൂർണ്ണതയോടെ നിൽക്കുന്നുണ്ട് ഈ ഗുഹ. ധാരാളം വിദ്യാർത്ഥികൾ പഠനയാത്രയ്ക്കായി ഇത്തരം സ്ഥലങ്ങളിലെത്തുന്നുണ്ട്. ബീഹാറിൽ സ്വകാര്യ മേഖലയിൽ ധാരാളം നല്ല സ്കൂളുകളുണ്ടല്ലോ. ബീഹാറിൽ നിന്നാണ് പലപ്പോഴും സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജയിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം മോശമൊന്നുമല്ല.
ഗ്രാമങ്ങളിൽ ദാരിദ്ര്യമുണ്ടെങ്കിലും ഏതോ CBSE സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് വന്ന കുട്ടികളാണിത്. അധ്യാപകർ വളരെ വിശദമായി ഇതിന്റെ ചരിത്രവും കഥകളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചരിത്രം പറയുന്നത് കുട്ടികൾ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഥ കേട്ട ശേഷം ആ കുട്ടികൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. കുറെ ടൂറിസ്റ്റുകൾ അപ്പോഴത്തേക്കും ഗുഹയിലേക്ക് കയറി വന്നു. പക്ഷേ അവർക്ക് കഥയും ചരിത്രവും പറഞ്ഞു കൊടുക്കാനുള്ള ഗൈഡുകളൊന്നും ഇവിടെയില്ല. പലരും ഊഹം വെച്ച് പലതും കണ്ടും കേട്ടും അങ്ങനെ പോകുന്നു. ഇവിടെ രഹസ്യറിയിലേക്കുള്ള വാതിൽ പോലെ ഒരു ഭാഗം കാണാം. അത് തുറക്കാവുന്നതാണ് എന്നാണ് പലരുടെയും വിശ്വാസം. മഗധയുടെ ഖജനാവ് അതിനപ്പുറമായിരുന്നെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ അതൊരു വാതിലല്ലെന്നും വലിയൊരു വിഗ്രഹമുണ്ടായിരുന്ന ഇടമാണെന്നും ഗവേഷകരും പറയുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള ധാരാളം ടൂറിസ്റ്റുകളും ഇവിടേക്ക് വരുന്നുണ്ട്. അവരുടെ ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് ബീഹാറിലെ ബോധ്ഗയ, നളന്ദ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്നു. രാജ്ഗീറിൽ കുറെ കാഴ്ചകളുണ്ടല്ലോ, അതിൽ പരമാവധി ഇടങ്ങളിലേക്ക് പോകണം. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. രാജ്ഗീറിലെ പല കാഴ്ചകളും കാണാൻ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ പോവുക ഇത്തരം കുതിരവണ്ടികളിലാണ്. സൗകര്യപ്രദമായ ഒരിടത്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് മറ്റിടങ്ങളിലേക്ക് കുതിരവണ്ടിയിൽ പോകും. ഓരോ ഡെസ്റ്റിനേഷനും തമ്മിൽ 3-4 കിലോമീറ്റർ അകലമുണ്ട്. കുതിരവണ്ടി വാടകയ്ക്കെടുത്ത് ആളുകൾ അങ്ങനെ പോകുന്നു. അതിലെ യാത്ര കാർ യാത്ര പോലെ അത്ര സുഖകരമൊന്നുമല്ല. തലങ്ങും വിലങ്ങും ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്ന കുതിരവണ്ടികൾ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളാണ്. അതിനുള്ളിൽ പാറക്കെട്ടുകളുമുണ്ട്. ഈ കാട്ടിലൂടെ കുറേ ദൂരം ഓടിയാണ് ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും എത്തുന്നത്. ഞങ്ങൾ നജിദാസ്തു ഫുജി ഗുരുജീസ് റോഡ് എന്ന പാതയിലേക്ക് ചെന്നു കയറി. ഇത് മലമുകളിലേക്കുള്ള ഒരു പാതയാണ്. മലമുകളിൽ അങ്ങകലെ ഒരു സ്തൂപം കാണാം. വെള്ള നിറത്തിൽ വളരെ ചെറുതായേ അത് ഇവിടെ നിന്ന് കാണുന്നുള്ളൂ. അതൊരു വിശ്വശാന്തി സ്തൂപമാണ്. അവിടേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. പൂർണ്ണമായും റോഡ് മാർഗമല്ല യാത്ര. മലമുകളിലേക്ക് ഏരിയൽ റോപ്പ് വേ ഉണ്ട്. അതുവഴി കേബിൾ കാറിൽ വേണം പോകാൻ. ഇവിടെ കേബിൾ കാർ സ്റ്റേഷനൊക്കെ കാണാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അടുത്ത കാലത്ത് പണിത കേബിൾ കാർ സ്റ്റേഷനാണ്. എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ബിജു തോമസിന് ഇവിടെ നല്ല ബന്ധങ്ങളുണ്ട്. അദ്ദേഹം ആരെയൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് ക്യൂ നിൽക്കാതെ കേബിൾ കാറിൽ കയറാനുള്ള സൗകര്യമൊരുക്കി. വളരെ ഗംഭീരമായ ഒരു പ്രൊഫഷണൽ സംവിധാനമാണ് കേബിൾ കാർ സ്റ്റേഷൻ. ഏതോ ഒരു വലിയ യൂണിവേഴ്സിറ്റി കെട്ടിടം പോലെ തോന്നും. ബീഹാറിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും വളരെ മികച്ചതു തന്നെയാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകണം. അവിടെ നിന്നാണ് കേബിൾ കാർ പുറപ്പെടുന്നത്. ബിജു തോമസും ഇൻസാഫും മുൻപേ നടക്കുന്നു. പുതിയ കാല നിർമ്മിതിയാണ് ഈ കേബിൾ കാർ. സ്പെഷ്യൽ ഫെസിലിറ്റിയിൽ ഞങ്ങളെ കേബിൾ കാറിലേക്ക് കയറ്റി. ഞങ്ങൾ ഒരു ഗൊണ്ടോളയിലേക്ക് കയറി. പുതിയ കാലത്ത് സ്ഥാപിച്ചതാണെങ്കിലും ഇതിന് ചെറിയൊരു കുഴപ്പമുണ്ട്. ടിൻഡഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ടിൻഡഡ് ഗ്ലാസിലൂടെ ഒരിക്കലും പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാനാവില്ല. താഴെക്കൂടി കാണുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചെയർ ലിഫ്റ്റാണ്. മുൻപേ കണ്ടതരം കുറ്റിച്ചെടികൾ നിറഞ്ഞ വനത്തിനു മുകളിലൂടെയാണ് ഗൊണ്ടോള നീങ്ങുന്നത്. അങ്ങനെ മല കയറി മുകളിലെത്തണം. രാജ്ഗീർ ഹിൽസ് എന്ന് തന്നെയാണ് ഈ മലനിര അറിയപ്പെടുന്നത്. മലയിൽ 400 മീറ്റർ ഉയരത്തിലാണ് സ്തൂപം. ചെയർ ലിഫ്റ്റിലും കേബിൾ കാറിലും ഒന്നുമല്ലാതെ ആളുകൾ ഈ മല നടന്നു കയറിയിരുന്ന ഒരു കാലമുണ്ട്. വൾച്ചർ പോയിന്റ് എന്നൊക്കെ പറയുന്ന പാറക്കെട്ടുകളാണ് താഴെ. ജൈനന്മാർ മരിച്ചു കഴിയുമ്പോൾ മൃതദേഹം കഴുകന്മാർക്ക് ഭക്ഷണമാകാനായി കൊണ്ടുവന്നർപ്പിച്ചിരുന്ന പാറകളും ഈ മലയിലുണ്ടായിരുന്നു. ഒരാൾക്കിരിക്കാവുന്ന ചെയർ ലിഫ്റ്റുകൾ ഇപ്പോൾ അടുത്ത് കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ചെയർ ലിഫ്റ്റ് സർവീസ് ഇവിടെയായിരുന്നു. അതാണ് വലതുവശത്ത് മൾട്ടി കളറിൽ കാണുന്നത്. അതിന്റെ പ്രവർത്തനമൊക്കെ നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ മുകളിലെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇറങ്ങണം.
ഇറങ്ങിയിട്ട് കുറച്ച് നടക്കുകയും കൂടി വേണം സ്തൂപത്തിനടുത്തെത്താൻ. തിരിച്ചു പോകുന്നവരുടെ നീണ്ട ക്യൂ കണ്ടതോടെ എനിക്കൊരു അങ്കലാപ്പായി. മടക്കയാത്രയിൽ ഞങ്ങൾക്കും ഇത്രയും നീളമുള്ള ഒരു ക്യൂവിൽ പോയി നിൽക്കേണ്ടി വരുമോ എന്നാണ് സന്ദേഹം. വലിയ സംഘം ആളുകൾ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അത് കേബിൾ കാറിന് ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ്. ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണത്രേ. ലോകത്ത് വേറൊരിടത്തും കാണാത്ത പതിവ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരിടത്ത് ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേബിൾ കാർ ഓഫ് ചെയ്തു വയ്ക്കുക. രസകരമായ പരിപാടി. ഇതാണ് ഇവിടുത്തെ വിശ്വശാന്തി സ്തൂപം. ഇതും ജപ്പാന്റെ സഹകരണത്തോടെ നിർമ്മിച്ചതാണ്. ബൃഹത്തായ ഒരു സ്തൂപം. മലമുകളിൽ അതങ്ങനെ ഉയർന്നു നിൽക്കുന്നു. 1969 നിർമ്മിച്ച സ്തൂപമാണിത്. നിപ്പോൺ സാൻ മ്യോഹോജി എന്ന ജാപ്പനീസ് ബുദ്ധവിഭാഗത്തിന്റെ സ്ഥാപകനായ നിജിതാസ്തു ഫ്യൂജി എന്ന സന്യാസിയാണ് ഇതിവിടെ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. ലോക സമാധാനത്തിനായി നിപ്പോൺ സാൻ സംഘം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച 80 പീസ് പഗോഡകളിൽ ഒന്ന്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. രാജ്ഗീർ മലയുടെ മുകളിലാണ്. അവിടെ നിൽക്കുമ്പോൾ താഴ്വാരം കാണാം. മനോഹരമായ വ്യൂ. താഴെ കുറെ പാറക്കെട്ടുകളൊക്കെയുണ്ട്. ആ പാറക്കെട്ടുകൾക്ക് മുകളിലും പുരാതന കാലത്തെ എന്തൊക്കെയോ നിർമ്മിതികൾ കാണാം. ബുദ്ധവിഹാരങ്ങളുടെയോ ക്ഷേത്രങ്ങളുടെയോ അവശിഷ്ടങ്ങൾ. സമതലമാണ് ബീഹാറിലെ ബഹുഭൂരിപക്ഷം സ്ഥലവും. അവിടെ ഇങ്ങനെയൊരു മലയുള്ളത് തീർത്ഥാടന സ്ഥലവും ബുദ്ധിസത്തിന്റെ കേന്ദ്രവുമൊക്കെയായി മാറുകയായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായിരുന്നു ഇവിടം. ഈ പരിസരത്ത് ഒരു ജാപ്പനീസ് ബുദ്ധക്ഷേത്രവുമുണ്ട്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ. ബീഹാറിന് അധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില്ല. നളന്ദ, രാജ്ഗീർ, ബോധ്ഗയ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദേശികളെക്കാൾ നാട്ടുകാർ ഇവിടെയൊക്കെ വരുന്നു. വിദേശികൾ ഇവിടെ വരുന്നത് ബുദ്ധിസ്റ്റ് വിശ്വാസത്തിന്റെ ഭാഗമായാണ്. ബുദ്ധിസത്തിന് വലിയ പ്രാധാന്യമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. ജപ്പാൻ, തായ്ലാന്റ്, വിയറ്റ്നാം, ബർമ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകൾ വരുന്നത്. താഴെ ഒരു ജലാശയം കാണാം. അതിവിടുത്തെ ഓർഡിനൻസ് ഫാക്ടറിയുടെ ജലസംഭരണികളാണ്. താഴെ കാണുന്ന പ്രദേശം മുഴുവൻ നളന്ദ ഓർഡിനൻസ് ഫാക്ടറിയുടേതാണ്. ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടിയുള്ള ആയുധ നിർമ്മാണം നടക്കുന്ന ഫാക്ടറികളിൽ ഒന്നാണത്. താഴ്വാര കാഴ്ചയിൽ നിന്നും ഞാൻ തിരികെ നടന്നു. സ്തൂപത്തിലും ബുദ്ധക്ഷേത്രത്തിനകത്തും കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ ക്യാമറ നിഷിദ്ധമാണ്. വിശ്വശാന്തി സ്തൂപത്തിന് ചുറ്റുമൊന്നു നടന്നു. പിന്നെ അവിടെ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു പയ്യൻ തേങ്ങാപ്പൂൾ കച്ചവടവുമായി നടക്കുന്നു. ഇതിനെന്താ വിലയെന്ന് ഞാൻ ചോദിച്ചു. 4 എണ്ണത്തിന് 20 രൂപയെന്ന് അവൻ പറഞ്ഞു. ഒരു കഷ്ണത്തിന് 5 രൂപ. അവനെ പിന്നിട്ട് നടക്കുമ്പോൾ മുന്നിൽ ആയുധധാരികളായ പോലീസുകാർ പോകുന്നുണ്ട്. ഒരു VVIPക്കുള്ള പ്രൊട്ടക്ഷനാണ്. ഹൈക്കോടതി ജഡ്ജിയാണ് സന്ദർശകൻ. മടക്കയാത്രയിലും ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. തിരക്ക് കുറഞ്ഞിരുന്നു. അടുത്ത ഗൊണ്ടോള വന്നു. ഞങ്ങൾ അതിൽ കയറി. മലമുകളിൽ നിന്ന് മടങ്ങുകയാണ്. ബിജു തോമസിന് ഇവിടെയൊക്കെയുള്ള ബന്ധങ്ങൾ വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കാൻ സഹായകമായി. താഴെയെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലതുഭാഗത്ത് പഴയ ചെയർ ലിഫ്റ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അത് ഇന്നൊരു കൗതുക കഥാപാത്രമാണ്. ഈ കൊട്ടക്കസാരയിലാണ് 1960കൾ മുതൽ കേബിൾ കാർ എന്ന് പറഞ്ഞ് ഇവിടുത്തുകാർ മലമുകളിലേക്ക് പോയിരുന്നത്. ഇതും ജപ്പാനിലെ ബുദ്ധമത വിശ്വാസികളുടെ സംഭാവനയാണ്. സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണനാണ് ഈ ചെയർ ലിഫ്റ്റിൽ കയറി ആദ്യമായി മലമുകളിലേക്ക് പോയത്. സിംഗിൾ സീറ്റർ ചെയർ ലിഫ്റ്റ്. ഇപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ മാത്രമുള്ള ഒരു സംവിധാനമാണ്. അതിനെ നിയന്ത്രിച്ചിരുന്ന കൺട്രോൾ സ്റ്റേഷൻ ഇതാണ്. അതൊക്കെ ഹെറിറ്റേജ് പദവിയോടെ ഇവിടെ നിലനിർത്താൻ തന്നെയാണ് ഗവൺമെന്റിന്റെ തീരുമാനം. വേറെ കൗതുകമുള്ള ഒരു യന്ത്ര സംവിധാനം ഇവിടെയുണ്ട്. ഓരോ ചെയർ ലിഫ്റ്റ് വരുമ്പോഴും ഓരോരുത്തരെയായി അതിനടുത്തേക്ക് വിടാനുള്ള ഒരു സംവിധാനമാണ്. അതിനകത്ത് ഒരാൾ കയറിയാൽ അയാൾ ഇറങ്ങാതെ അടുത്തയാൾക്ക് കയറാൻ പറ്റില്ല. കയറിയാൽ കറങ്ങിത്തിരിഞ്ഞ് അങ്ങേയറ്റത്തെത്തുമ്പോഴേ മറ്റൊരാൾക്ക് കയറാനുള്ള സ്ലോട്ട് കിട്ടുകയുള്ളൂ.
ഓരോ പാസഞ്ചറും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കാൻ വേണ്ടിയുള്ള യന്ത്ര സംവിധാനമാണ്. ഇന്ത്യക്കാരെ മര്യാദ പഠിപ്പിക്കാൻ ഇതൊക്കെ തന്നെ വേണം. കരകൗശല വസ്തുക്കൾ, സുവനീറുകൾ, രുദ്രാക്ഷമാലകൾ, ആഭരണങ്ങൾ എന്നിവയൊക്കെ വിൽക്കുന്നവർ ഇവിടെയുണ്ട്. അവിടെയൊന്നും വലിയ കച്ചവടമില്ല. ചിലർ ചെറിയ മയക്കത്തിലും വിശ്രമത്തിലുമൊക്കെയാണ്. വേറൊരു കച്ചവടം ഇതാണ്. പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ തലയാട്ടുന്ന ബുദ്ധന്മാർ. ശിലയിൽ കൊത്തിയ ബുദ്ധനുമുണ്ട്. ധാരാളം ജപ്പാൻകാർ ഇവിടെ സന്ദർശിക്കാനെത്തുന്നു. ജപ്പാൻകാർക്ക് നമ്മുടെ സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുമെന്ന് എനിക്ക് ചെറിയ ചമ്മലുണ്ട്. അവർ ഗ്രൂപ്പ് ടൂറായിട്ട് വന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. രാജ്ഗീറിൽ ഇനിയും കാഴ്ചകളുണ്ട്.